വിഷ്ണു വിശാൽ നായകനായി അഭിനയിച്ച് പുറത്തിറങ്ങിയിരിക്കുന്ന ആര്യൻ മൂവിയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. പുള്ളി ഇതിലൊരു പോലീസ് ഓഫീസറിൻ്റെ വേഷമാണ് ചെയ്തിരിക്കുന്നത്. പുള്ളിയെ കൂടാതെ ഇതിൽ ഹീറോയിനായിട്ട് മാനസ ചൗധരി ഉണ്ട്. അവർ ഹീറോയിനായിട്ട് ഈ സിനിമയിൽ ഉണ്ടെന്നേ ഉള്ളൂ, വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. എന്നാലും വിഷ്ണുവും അതേപോലെ മാനസയും കൂടിയിട്ടുള്ള ഒരു കുഴപ്പമില്ലാത്തൊരു സോങ് സിനിമയിലുണ്ട്. പിന്നെ ഇതിൽ മറ്റൊരു പ്രധാന വേഷം ചെയ്തിരിക്കുന്നത് ശ്രദ്ധ ശ്രീനാഥാണ്. അവർ ഇതിലൊരു ചാനലിൻ്റെ അവതാരികയായിട്ട് വരുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാത്തൊരു റോളാണ്. പിന്നെ വിഷ്ണുവിനെ പോലെ തന്നെ ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ ചെയ്തിരിക്കുന്നത് കെ സെൽവരാഘവനാണ്. പുള്ളിക്ക് ഒരു മെയിൻ റോളാണ്. അപ്പോൾ ബെൽട്ടി മൂവിയിൽ നമുക്കറിയാം പുള്ളി നല്ലൊരു വില്ലൻ്റെ റോള് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കൊള്ള പലിശക്കാരൻ്റെ ഒരു വേഷം. അതുകൊണ്ട് തന്നെ ആ സിനിമ നമുക്ക് ആ ഒരു വില്ലൻ്റെ ഭാഗം കൂടി അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് ആ സിനിമ നന്നായിരുന്നു. അപ്പോൾ അതേപോലെ ഇതിലും പുള്ളിക്ക് അങ്ങനത്തെ ഒരു റോൾ അല്ലെങ്കിലും മറ്റൊരു രീതിയിലുള്ള ഒരു കഥാപാത്രത്തെയാണ് പുള്ളി അവതരിപ്പിച്ചിരിക്കുന്നത്, കിട്ടിയിരിക്കുന്നത്. കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കഥയാണ്, തിരക്കഥ. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ ആൻഡ് റൈറ്റർ പ്രവീണാണ്. പുള്ളി ഇത് എഴുതിയിരിക്കുന്ന കഥ എന്ന് പറയുന്നത് ഒരു ക്രൈം ത്രില്ലറാണ്. അപ്പോൾ ഈ സിനിമ ഇനി എങ്ങനെയായിരുന്നു എന്ന് പറയാം. ഇതൊരു നല്ലൊരു മെസ്സേജ് സമൂഹത്തിന് നൽകുന്നുണ്ട്. ആ രീതിയിൽ എടുത്തിരിക്കുന്ന ഒരു ക്രൈം ത്രില്ലറാണ്. പിന്നെ ഇതിൻ്റെ ആ ഒരു സിനിമയുടെ ജോണർ എങ്ങനെയെന്ന് വെച്ചാൽ ക്രൈം ത്രില്ലറാണ്, പക്ഷേ ക്രൈം ചെയ്യുന്ന ആൾ ഇല്ലാതെ എങ്ങനെ ക്രൈം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഒരു വേറിട്ട രീതിയിലുള്ള ഒരു കുറ്റാന്വേഷണ സിനിമയാണ്. അതെന്താണെന്ന് നിങ്ങൾ സിനിമ കണ്ട് മനസ്സിലാക്കിക്കോളൂ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഒരു വേറിട്ട ശൈലിയിലുള്ള ഒരു കഥയാണ്. അപ്പോൾ ഇങ്ങനത്തെ കഥ നമ്മൾ കൂടുതൽ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവില്ല. നോവലുകളിലൊക്കെ വായിച്ചിട്ടുണ്ടാകാം, പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു കഥ ഞാൻ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു മെസ്സേജ് ഈ സിനിമ സമൂഹത്തിന് നൽകുന്നുണ്ട്. അപ്പോൾ ആ മെസ്സേജിനായിട്ട് ഈ സിനിമയിൽ എടുത്തിരിക്കുന്ന വഴി അത് നല്ലതാണോ അല്ലയോ എന്നുള്ള ഒരു ചോദ്യചിഹ്നം നമ്മുടെ മുന്നിൽ ഈ സിനിമയുടെ അവസാനം ആവുമ്പോഴേക്കും എത്തുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരവും ഈ സിനിമയിലെ വിഷ്ണു വിശാലിൻ്റെ കഥാപാത്രം നമ്പി സിനിമയുടെ അവസാനം ആകുമ്പോഴേക്കും പ്രസ് മീറ്റിൽ വെച്ചിട്ട് അങ്ങോട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ സിനിമയുടെ ആ കഥ പൂർണ്ണമാവുകയാണ്. പക്ഷേ അത് ആ കാര്യം വെളിപ്പെടുത്താതെ അങ്ങനെ സിനിമ അവസാനിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ഇതെന്തേ ഇങ്ങനെ എന്ന് തോന്നിപ്പോകുമായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിൻ്റെ ശരിയായ ഉത്തരവും സിനിമയുടെ അവസാനം ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ പ്രവീൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു മൂവിയാണ് കേട്ടോ. ക്രൈം ത്രില്ലർ ഗണത്തിൽപ്പെട്ട സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എവിടെയും നമുക്കൊരു ലാഗോ ഒരു ബോറടിപ്പിക്കലോ അങ്ങനെയൊന്നും ഇല്ലാതെയാണ് സിനിമ പുരോഗമിക്കുന്നത്. ഇനി അടുത്ത സീൻ എന്താണ് ഇനി ഇപ്പം കണ്ടുപിടിക്കുമോ, അല്ലെങ്കിൽ അടുത്തതായിട്ട് ഇനി എന്താ വരാൻ പോകുന്നത് എന്നുള്ള ഒരു ജിജ്ഞാസ നൽകിക്കൊണ്ട് തന്നെയാണ് സിനിമ പുരോഗമിക്കുന്നത്. അപ്പോൾ കണ്ടിരിക്കാം, കുഴപ്പമില്ലാത്ത ഒരു ക്രൈം ത്രില്ലർ തന്നെയാണ് ആര്യൻ.